നമസ്കാരം, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ കവിപ്രിയ. നമ്മളിപ്പോൾ നേച്ചർ ലൈഫ് ഇൻ്റർനാഷണൽ ആലുവ ഹോസ്പിറ്റലിലിരുന്നാണ് സംസാരിക്കുന്നത്. നമ്മളോടൊപ്പം ഇന്ന് ലിസി ആൻറ്റി ഉണ്ട്. അവരുടെ ഇവിടുത്തെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. ആൻറ്റി ഫസ്റ്റ് പരിചയപ്പെടുത്തിക്കോളൂ. നമസ്കാരം, ഞാൻ ലിസി വർഗീസ്, കോതമംഗലം സ്വദേശിയാണ്. റിട്ടയർഡ് ടീച്ചറാണ്. നേച്ചർ ലൈഫിനെ കുറിച്ച് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. 4 വർഷം മുമ്പ് ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. എങ്ങനെ അവിടെ വരാനുള്ള കാരണം എങ്ങനെയാണ്? അവിടെ ഞാൻ വരാൻ ഉണ്ടായ കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു 40 വയസ്സുള്ളപ്പോൾ റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് തുടങ്ങിയതാണ്. അപ്പോൾ ആദ്യം ഞാൻ ആയുർവേദ ട്രീറ്റ്മെൻറ്റാണ് എടുത്തത്. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ മരുന്ന് കഴിക്കുമ്പോൾ എനിക്ക് കുറവുണ്ടായിരുന്നു, അത് നിർത്തുമ്പോൾ വേദന വരും. അപ്പം അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആളും ഒക്കെ ആയതുകൊണ്ട് സ്കൂളിലെ ജോലിയും വീട്ടു ജോലിയും എല്ലാം കൂടി പിന്നെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ കൊണ്ടുപോകാൻ വലിയ വ്യത്യാസങ്ങളൊന്നും കാണാതെ വന്നപ്പോൾ ഞാൻ അലോപ്പതി ചികിത്സയിലേക്ക് മാറി. അങ്ങനെ അലോപ്പതി ചികിത്സ ഒരു 10 വർഷക്കാലം ചെയ്തു. 10 വർഷക്കാലം അലോപ്പതി ചികിത്സ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നീട് തൈറോയ്ഡ് പ്രശ്നങ്ങളുണ്ടായത്. ഹൈപ്പർ തൈറോയിഡിസം ആയിരുന്നു. പെട്ടെന്നൊരു 10 കിലോ കുറഞ്ഞു. എൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങിയപ്പോൾ വീണ്ടും തടിക്കാൻ തുടങ്ങി. ക്രമേണ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ന്യൂമോണിയ, ലങ്സിന് ഇൻഫെക്ഷൻ ആയിട്ട് തുടങ്ങിയിട്ടത് ന്യൂമോണിയ ആയിട്ട് മാറി. ന്യൂമോണിയൊക്കെ ആദ്യം കുറച്ച് 6 മാസം ഇടവിട്ടൊക്കെ വന്നുകൊണ്ടിരുന്നത്. പിന്നെ അത് 3 മാസം ഇടവിട്ടായി. പിന്നെ മാസത്തിലൊരിക്കലായി. പിന്നെ 15 ദിവസം കൂടുമ്പോഴൊക്കെ ന്യൂമോണിയ വരാനായിട്ട് തുടങ്ങി. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രതിരോധശക്തി പോയതുപോലെ എനിക്ക് തോന്നി. ഞാൻ ഡോക്ടറോട് നേരിട്ട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് പ്രതിരോധശേഷിയൊക്കെ കുറയുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ ട്രീറ്റ്മെൻറ്റ് അലോപ്പതി ചികിത്സ അങ്ങ് നിർത്തിയിട്ട് ഹോമിയോയിലേക്ക് മാറി. ഹോമിയോ ചികിത്സ ചെയ്തപ്പോൾ എനിക്ക് ചെറിയൊരാശ്വാസം വന്നു. ഈ ന്യൂമോണിയ 6 മാസം കൂടുമ്പോഴേക്കേ വരാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ ഞാൻ കോഴിക്കോടായിരുന്നു സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കോഴിക്കോട് നിന്ന് തന്നെ ജേക്കബ് സാറിൻ്റെ ക്ലാസ്സൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ഈ ഹോമിയോ ചികിത്സയൊക്കെ ചെയ്തത് ഞാൻ. അപ്പം സാറിൻ്റെ ക്ലാസ്സുകൾ പിന്നെ യൂട്യൂബിൽ നിന്നും അല്ലാതെ സൂമിലും സാറിൻ്റെ ക്ലാസ്സിൽ കയറിയിട്ടൊക്കെ ക്ലാസ്സുകൾ ഞാൻ കേട്ടിട്ട് സാറിനോട് തന്നെ ചോദിച്ചു, ഞാൻ ഇതെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. സൂമിൽ സംസാരിച്ച് സാറ് എൻ്റെ അടുത്ത് ചമ്പക്കര വരാനായിട്ട് പറഞ്ഞു. ചമ്പക്കര ചെന്ന് സാറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ സാറ് എനിക്ക് പറഞ്ഞു, പട്ടിക്കാട് ഒരു നേച്ചർ ലൈഫ് ഉണ്ട്, ടീച്ചർ അങ്ങോട്ട് പൊക്കോളൂ, അവിടെ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് എനിക്ക് 20 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് ഞാൻ അവിടെ നിന്ന് ചെയ്തു. അവിടെ നിന്ന് എന്തൊക്കെയാണ് മാറ്റങ്ങൾ കിട്ടി പോയത്? അവിടെ നിന്ന് എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ഈ എല്ലാ പ്രശ്നവും, എല്ലാ ജോയിൻറ്റ് പെയിൻ മുഴുവനായിട്ടുണ്ടായിരുന്നു, എല്ലാ ജോയിൻറ്റ്സും വേദന ഉണ്ടായിരുന്നു, ഈ ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, ന്യൂമോണിയ ഉണ്ടായിരുന്നു, പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു വേർപ്പ് വരുന്ന പോലെ അങ്ങനത്തെ അസുഖങ്ങളുണ്ടായിരുന്നു. ചൂടുവെള്ളത്തിലല്ലാതെ കുളിക്കാനൊന്നും പറ്റില്ലായിരുന്നു. അവിടെ ചെന്നതിന് ശേഷം ഒരു റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഒരു 85% ചികിത്സയ്ക്ക് ശേഷം കുറഞ്ഞു. അതുപോലെ തൈറോയ്ഡ് പ്രശ്നങ്ങൾ പിന്നെ കുറഞ്ഞു വന്ന് മുഴുവനായിട്ട് പോയി. ഇതുവരെ എനിക്ക് പിന്നെ ഉണ്ടായിട്ടില്ല. ന്യൂമോണിയയും തീർത്ത് മാറി. അതിനുശേഷം ഇപ്പോൾ എത്ര വർഷമായി? 4 വർഷം. 4 വർഷമായിട്ട് ഇത് തന്നെ തുടർന്ന് പോകുന്നുണ്ടോ? 4 വർഷമായിട്ട് എനിക്ക് ഒരു ഡയറ്റ് ചാർട്ടും തെറാപ്പീസൊക്കെ തന്നിട്ടുണ്ട്. തുടക്കത്തിലൊക്കെ ഞാൻ നന്നായിട്ട് ചെയ്തിരുന്നു. അവസാനമാകുമ്പോഴേക്കും വീട്ടിലോരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മുഴുവനായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇങ്ങനെ യാത്രകളൊക്കെ ചെയ്യേണ്ടി വന്നു. ഇപ്പം പ്രധാനമായിട്ട് യാത്രകളൊക്കെ ചെയ്യും, പുറത്തുനിന്നൊക്കെ കുറച്ച് ഭക്ഷണമൊക്കെ കഴിക്കേണ്ടി വന്നപ്പോഴാണ് എനിക്കിപ്പോൾ ചെറുതായിട്ട് ആ റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് ആദ്യത്തേക്കാളും കുറഞ്ഞു വന്ന ആർത്രൈറ്റിസ് ഇത്തിരിയോടെയും കൂടിയതായിട്ട് തോന്നി. അതുപോലെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉള്ളതായിട്ട് തോന്നി. പിന്നെ ചെറുതായിട്ടൊരു വേർപ്പ് വരുന്നത് തോന്നി. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലേ, ഇപ്പോൾ ന്യൂമോണിയ 6 months once ആണ് വന്നുകൊണ്ടിരുന്നത്, പിന്നെ 15 days once അങ്ങനെ ഇരുന്നതല്ലേ. ട്രീറ്റ്മെൻറ്റിന് ശേഷം ഇപ്പോൾ 4 വർഷമായിട്ട് ന്യൂമോണിയ കണ്ടീഷൻ എങ്ങനെയുണ്ട്? ഏത് ഗ്യാപ്പിലാണ് വരുന്നത്? എത്രയും ഗ്യാപ്പിലാണ് വരുന്നത്? ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ഉടനെ
ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് എനിക്ക്. പിന്നെ തീർത്തും മാറി. കംപ്ലീറ്റ്ലി മാറി. പിന്നെ 4 വർഷമായിട്ട് അതിന്റെ ബുദ്ധിമുട്ടുകൾ 4 വർഷമായിട്ട് ജലദോഷം പനിയൊക്കെ വന്നാലും ന്യൂമോണിയയിലേക്ക് പോകാറില്ല. ഇവിടെ ഇപ്പോൾ വന്നത് ഇതെല്ലാം ചെറുതായിട്ട് കൂടി. ഈ റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഈ ഞാൻ പുറത്തൊക്കെ യാത്രകളൊക്കെ പോകാറുണ്ടായിരുന്നു. യാത്രയൊക്കെ പോയപ്പോഴും ആയിരിക്കണം, പുറത്തുനിന്നുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ടായിരിക്കണം ചെറുതായിട്ട് റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഇത് കൂടുതലൊന്നുമില്ല. 80% മാറി നിന്നത്. എൻ്റെ അടുത്ത് ജേക്കിബ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചെറിയ പൈൽസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഈ ആർത്രൈറ്റിസ് മാറില്ല, കുറച്ച് വൈകിയ വർഷങ്ങളെടുക്കും മാറാൻ പറഞ്ഞിരുന്നു. അപ്പോൾ 80% മാറിയിരുന്നു, കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അത് ഇത്തിരിയോടെ കൂടിയതായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ ഇൻഫ്ലമേഷൻ ഹാർട്ടിനൊക്കെ ഉണ്ടായിരുന്ന പാൽപിറ്റേഷൻ വരാനുള്ള ഒരു അവസ്ഥയിലേക്ക് അല്പം കൂടി നീങ്ങി. പിന്നെ എൻ്റെ ഈ ഇടയ്ക്ക് വേർപ്പുണ്ടാവുമായിരുന്നു, നേരത്തെ ചികിത്സ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അത് ചെറുതായിട്ടൊക്കെ വരുമ്പോൾ തോന്നി. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് പാൽപിറ്റേഷനും ഇൻഫ്ലമേഷനും വിയർപ്പും ചെറുതായിട്ട് ഇൻഫ്ലമേഷനൊക്കെ കൂടിയിട്ടാണ് ഇവിടെ വന്നത്. ആർത്രൈറ്റിസും ചെറുതായിട്ട് കൂടി. ചെറുതായിട്ട്. ഓക്കെ. ഇവിടെ എത്ര ദിവസം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു? ഇവിടെ 10 ദിവസത്തെ ട്രീറ്റ്മെൻറ്റാണ് ഞാനിപ്പോൾ കഴിഞ്ഞത്. അതിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഇപ്പോൾ ഈ 10 ഡേയ്സിനുള്ളിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് വന്നിട്ടുണ്ട്? ഈ 10 ഡേയ്സിൽ പിന്നെ എൻ്റെ റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് കുറഞ്ഞു, വേദനകളൊക്കെ കുറഞ്ഞു. 100% പോയെന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ വേദനകളൊക്കെ കുറഞ്ഞു. പിന്നെ വേർക്കുന്ന ആ പ്രശ്നമൊന്നും പിന്നെ കണ്ടിട്ടില്ല, ഇവിടെ വന്നതിന് ശേഷം കണ്ടിട്ടില്ല. പാൽപിറ്റേഷൻ ഉണ്ടാവുന്നില്ല, പക്ഷെ ഒരു ആ ചെസ്റ്റിൻ്റെ ഇൻഫ്ലമേഷൻ എല്ലാം കുറഞ്ഞു. പാൽപിറ്റേഷൻ വിട്ടുപോയെന്നുള്ളത് എനിക്കറിയില്ല. യോഗ ഒക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്? ഇവിടെ നമ്മൾ യോഗ ചെയ്യുന്നുണ്ടല്ലേ, അതുകൊണ്ട് എന്തൊക്കെയാണ് മാറ്റങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? യോഗയെല്ലാം ചെയ്യുമ്പോഴൊരു മാനസികമായ ഒരു ഉറക്കം കിട്ടുന്നുണ്ട്, മനസ്സിനൊരു സന്തോഷം ഉണ്ട്. ഈ ജോയിന്റ് ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഒന്നുകൂടി ഇമ്പ്രൂവ് ആവുന്നത് കൂടിയിട്ടുണ്ട് യോഗ ചെയ്യുന്നതുകൊണ്ട്. പിന്നെ ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്, അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യണം. ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹോസ്പിറ്റലിൻ്റെ അന്തരീക്ഷമല്ല, ഒരു തറവാട് വീട് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഡോക്ടേഴ്സ് ആണെങ്കിലും ഇവിടുത്തെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുട്ടികളാണെങ്കിലും ബാക്കി എല്ലാ ജോലിക്കാരും എല്ലാവരും വളരെ കോപ്പറേറ്റീവായിട്ട് ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാണ് ഇവിടെ പോകുന്നത്. ഒരു ചികിത്സയാണെന്ന് തന്നെ തോന്നിയിട്ടില്ല, അവിടെ വന്ന് സന്തോഷത്തോടെ നിന്നു. ഇന്ന് 10ാം ദിവസമാണ്, എൻ്റെ ചികിത്സ ഒക്കെ കഴിഞ്ഞ് 10ാം ദിവസമാണ്. ഇന്ന് ഞാൻ പോകാനിരിക്കുകയാണ്. ഇത്രയും നേരം നമ്മളോടൊപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിന് നന്ദി. താങ്ക് യു.